എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ധന ആകർഷണ ഭൈരവയന്ത്രം എന്ന അതീവ ശക്തിയുള്ള ഒരു താന്ത്രിക പരിഹാര മാർഗമാണ്. ഈ താന്ത്രിക പരിഹാര യന്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ധനതടസ്സങ്ങൾ മാറാനും അതോടൊപ്പം ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു അത്യുത്തമമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ആകർഷണ ഭൈരവയന്ത്രം നമ്മുടെ സ്വന്തം കൈപ്പട ഉപയോഗിച്ച് വരച്ചെടുക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഇത് സ്വന്തം കൈകളാൽ വരച്ചെടുക്കുമ്പോഴാണ് ഈ യന്ത്രത്തിന് ഏറ്റവും അധികം ശക്തി കൈവരിക്കാൻ സാധിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആർക്കാണോ ധനതടസ്സം ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ശത്രുദോഷം ഏറ്റിരിക്കുന്നത്, ആ വ്യക്തി പ്രാർത്ഥനയോടുകൂടി ഇത് വരച്ചെടുത്ത് ഇതിൽ പറയാൻ പോകുന്നത് പോലെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ഈ പറയുന്ന പ്രത്യേക സ്ഥലത്ത് വെച്ചാൽ ഈ അതിവിശിഷ്ട താന്ത്രിക യന്ത്രത്തിൻ്റെ വരും ദിവസങ്ങളിലുള്ള പ്രവർത്തന ശക്തി അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഈ ആകർഷണ ഭൈരവ യന്ത്രത്തെക്കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായിട്ട് പറയുന്നതാണ്. അതായത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഈ വരയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴാണ് വരയ്ക്കേണ്ടത്, അങ്ങനെ സർവ്വതും പറയുന്നതാണ്. പ്രത്യേകം ഓർക്കുക, ഇത് നിങ്ങൾ തികഞ്ഞ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ വെറുതെ അലസമായിട്ട് ചെയ്താൽ ഇതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കണമെന്നില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ യന്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, നിങ്ങൾക്ക് ധനം കൊണ്ടുതരുന്ന ഒരു ജോലിയല്ല ഇത് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് നിങ്ങൾക്ക് ധന തടസ്സം ബാധിച്ചിരിക്കുന്നത് അത് കണ്ടെത്തി ആ തടസ്സത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ യന്ത്രം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു താന്ത്രിക യന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ആ ധനതടസ്സം മാറിക്കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് ധനം ഒഴുകിയെത്തുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഒഴുകിയെത്തുന്നതെന്ന് കേൾക്കുമ്പോൾ ഇതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇത് പറയാൻ കാരണം അത് ഓരോരുത്തരുടെയും ഭാഗ്യമനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ്. അതനുസരിച്ച് ഈ പറഞ്ഞ ഒഴുക്കും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ്. എന്തായാലും തടസ്സങ്ങൾ മാറുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ധനാഗമനം വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ശത്രുദോഷം. ശത്രുദോഷം കൊണ്ട് സഹികെട്ടാൽ ആ ശത്രുക്കളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേയില്ല. പകരം ഈ ആകർഷണ ഭൈരവയന്ത്രം വരച്ച് ഇതിൽ പറയുന്നത് പോലെ അങ്ങോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്ന ശത്രുദോഷം അത് ഏതായാലും ശരി, അത് എത്ര വലിയതായാലും ശരി, അതായത് കണ്ണേറ്, പ്രാക്ക്, ദൃഷ്ടി എന്നിവ ഏതുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം നിർവീര്യമാക്കി കളയുന്നതാണ് ഈ അത്യുത്കൃഷ്ടമായിട്ടുള്ള ഭൈരവ താന്ത്രിക യന്ത്രം. അതോടുകൂടി നിങ്ങൾക്ക് നന്നായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ സ്വമേധയാ രൂപപ്പെടുന്നതാണ്. ഇത് നിങ്ങളിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിനും, ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്കും രചിക്കാവുന്നതാണ്, അതായത് വരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭയം മാറാനും ആത്മവിശ്വാസം ലഭിക്കാനും ഈ പരീക്ഷാ പേടി മാറാനും ഇത് അത്യുത്തമമാണ്. ഒരു വീട്ടിലെ കാര്യം പറഞ്ഞാൽ, ഉദാഹരണമായി ഭർത്താവ് കൃത്യമായി ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വളരെയധികം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം ഇത് ഫലപ്രദമാണ്. നേരെ മറിച്ച് സ്ത്രീകൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഈ സെയിം അവസ്ഥയിൽ ഈ ആകർഷണ ഭൈരവയന്ത്രം വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടാക്കടം, അതായത് നിങ്ങൾ മുൻപ് കൊടുത്ത ഒരു കിട്ടാക്കടം കിട്ടാനുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഈ യന്ത്രം നിങ്ങൾ വരച്ചാൽ നിങ്ങൾ അയാൾക്ക് കൊടുത്ത ആ കിട്ടാക്കടം, അതായത് വായ്പയായിട്ട് നിങ്ങൾ നൽകിയ നിങ്ങളുടെ യഥാർത്ഥ ധനം, അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്നു ചേരുന്നതാണ്. അതായത് ആകർഷിക്കപ്പെട്ട് വന്നു ചേരുന്നതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. വളരെ സത്യസന്ധമായ രീതിയിൽ ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒട്ടുമിക്ക ധനതടസ്സങ്ങളും ശത്രുദോഷങ്ങളെല്ലാം ഈ ഒരൊറ്റ ആകർഷണ ഭൈരവ യന്ത്രത്തിലൂടെ നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഒരൊറ്റ യന്ത്രരചന നടത്തുന്നതിലൂടെ അത് അനേകം ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, ഈ അതീവ ശക്തിയുള്ള ഒരു ആകർഷണ ഭൈരവ യന്ത്രമാണ് നമ്മളിന്നിവിടെ വരച്ചെടുക്കാൻ പോകുന്നതെന്ന്. ശരി, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേക്കുറിച്ചിട്ടൊന്ന് നോക്കാം.
ഇത് വരയ്ക്കാൻ വളരെയധികം എളുപ്പമാണ്. അതായത് 2 ത്രികോണം കൊണ്ട് 6 ത്രികോണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ യന്ത്രത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആദ്യം ഒരു ത്രികോണം വരയ്ക്കുന്നു, അതിനുശേഷം അതിന് നേരെ വിപരീതമായി മറ്റൊരു ത്രികോണം വരയ്ക്കുന്നു. അങ്ങനെ ഈ 2 ത്രികോണം വരയ്ക്കുന്നതോടുകൂടി അതിൽ നിന്നും 6 ത്രികോണങ്ങൾ രൂപപ്പെടുന്നതാണ്. അതിനുശേഷം പ്രസ്തുത ത്രികോണങ്ങൾക്ക് ചുറ്റും ഒരു വൃത്തം വരയ്ക്കുക. ഇതിനെ നമ്മൾ അന്തർവൃത്തം എന്ന് പറയും. ആ വൃത്തത്തിന് പുറമെ രണ്ടാമത് മറ്റൊരു വൃത്തം വരച്ച് ആ യന്ത്രത്തെ ലോക്ക് ചെയ്യുന്നു. ഈ വൃത്തത്തെ നമ്മൾ ബാഹ്യവൃത്തം എന്ന് പറയും. അതിനുശേഷം 4 സൈഡും സംരക്ഷണ പാർശ്വങ്ങൾ കൂടി വരച്ചാൽ യന്ത്രത്തിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായി. അതിനുശേഷം 6 ത്രികോണങ്ങളിലും 1, 2, 3, 4, 5, 6 എന്നീ സംഖ്യകൾ അതിൽ ഘടികാര ദിശയിൽ ഓരോ ത്രികോണത്തിലും എഴുതി ചേർക്കേണ്ടതാണ്. അതും കഴിഞ്ഞിട്ട് യന്ത്രത്തിൻ്റെ ഒത്ത നടുക്ക് ഓം എന്ന പ്രണവാക്ഷരം എഴുതുക. അതിന് തൊട്ടു താഴെയായിട്ട് ഹ്രീം എന്ന ബീജാക്ഷരം കൂടി എഴുതി കഴിയുമ്പോൾ യന്ത്രത്തിന് ജീവൻ വയ്ക്കുന്നതാണ്. അതോടുകൂടി യന്ത്രരചന പരിപൂർണമായി പൂർത്തിയായി എന്ന് സാരം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്താവശ്യം മുൻനിർത്തിയാണോ ഈ യന്ത്രം രചിക്കുന്നത്, ആ ആവശ്യത്തെക്കുറിച്ച് മാത്രമായിരിക്കണം ഈ യന്ത്രം രചിക്കുന്ന വേളയിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ മറ്റൊരാളിൽ നിന്നും കടം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഭാവന ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള തുക വന്നു ചേരുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, നാളെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ യന്ത്രം വരയ്ക്കാവുന്നതാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ ജോലി എനിക്ക് ലഭിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട്, അതായത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് വരച്ചാൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇവിടെ പ്രത്യേക ഒരു കാര്യം ഓർക്കുക, അതിനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നിർബന്ധമായിരിക്കണം. അതായത് നിർബന്ധമായിട്ടും അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ആകർഷണ യന്ത്രം അതിൻ്റെ ജോലി അത് ചെയ്തോളും. ഈ പറഞ്ഞ കണക്കിൽ തീർച്ചയായിട്ടും ആ ജോലി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സ്വാധീനിക്കാനുള്ള അത്രയധികം ആകർഷണ ശക്തി ഈ ആകർഷണ ഭൈരവയന്ത്രത്തിന് ഉണ്ടായിരിക്കുന്നതാണെന്ന് സാരം. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും ശരി, അതിലെല്ലാം ഈ പറഞ്ഞ രീതി പ്രയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ താന്ത്രിക യന്ത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഈ യന്ത്രം വരയ്ക്കാൻ പച്ചമഷി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ലഭ്യമല്ലെങ്കിൽ മാത്രം മറ്റു മഷികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് ദിവസങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ആകർഷണ ഭൈരവയന്ത്രം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. വരയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി 7 മണിക്ക് ശേഷം അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ലഭ്യമാകുന്നത് അപ്പോൾ വരയ്ക്കാവുന്നതാണ്. വരയ്ക്കുന്നത് ഉറപ്പായിട്ടും ഒരു വെള്ള പേപ്പറിൽ തന്നെ ആയിരിക്കണം. അതിന് നിങ്ങൾക്കൊരു നോട്ട്ബുക്കിൻ്റെ മറ്റൊന്നും എഴുതാത്ത വൃത്തിയുള്ള ഒരു പേജിൽ വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരു A4 സൈസ് പേപ്പർ മേടിച്ച് അതിലും വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് വരയ്ക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ, അത് പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയില്ല, പക്ഷേ അങ്ങനെ ദിശ നോക്കി വരയ്ക്കണം എന്നുള്ള താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും ശരി, ഈ യന്ത്രം വരയ്ക്കുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയായി വന്ന് ഈശ്വര പ്രാർത്ഥന ചെയ്ത ശേഷം വരയ്ക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. മറ്റ് പുലവാലായ്മ ആർത്തവ ദിനങ്ങളൊന്നും ഇതിനൊരു തടസ്സമല്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഇത് പറയാൻ കാരണം, നല്ല ഏകാഗ്രതയോട് കൂടിയിരുന്ന് വരച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ യന്ത്രം വരച്ച ശേഷം ആ പേപ്പർ നിങ്ങൾക്ക് 4ആയി മടക്കി വീട്ടിലെ അലമാരയിൽ വയ്ക്കുകയോ നിങ്ങളുടെ ഈ തൊഴിൽ സ്ഥാപനങ്ങളിലെ അലമാരയിലോ അല്ലെങ്കിൽ അവിടുത്തെ മേശവലിപ്പിലോ വയ്ക്കാവുന്നതാണ്. എന്നാൽ ഈ യന്ത്രരചന നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായി ആ ഒരു പ്രാർത്ഥനയോട് കൂടി വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ 4ആയി മടക്കി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ അത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതാണ്. ആ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കൈവരുന്നതാണ്. അതായത് എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് അന്ന് മുതൽ തന്നെ കൈവരുന്നതാണ്.
അതുപോലെ തന്നെ മാർഗമധ്യേ വരുന്ന അപകടങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടേതല്ല, ഈ മറ്റൊരാളുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ വന്നു ചേരുന്ന അപകടങ്ങളിൽ പെടാതെ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോരുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പേടി, പഠിക്കാൻ മടി തുടങ്ങിയവയെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ മാറി ആത്മവിശ്വാസം കൈവരിക്കാൻ ഈ ആകർഷണ ഭൈരവയന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ രചിച്ച ശേഷം അവരെ കൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ 1, 2, 3, 4, 5, 6 ഈ നമ്പറുകൾ മാത്രം അവരെ കൊണ്ട് എഴുതിച്ചാൽ മതി. ബാക്കി നിങ്ങൾ മുതിർന്ന മാതാപിതാക്കൾ എഴുതി ചേർത്താൽ മതി. പ്രത്യേകം ഇവിടെ ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് നിങ്ങൾ തികഞ്ഞ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണഗതിയിൽ ഈ യന്ത്രത്തിന് 3 മാസം വരെ മാത്രമേ ഇതിൻ്റെ ശക്തി ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ ചിലരിലാകട്ടെ ഈ പറഞ്ഞതുപോലെ 5 മാസം വരെ ഇതിൻ്റെ പ്രയോജനം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ആദ്യം വരച്ചത് കളഞ്ഞിട്ട് രണ്ടാമത്തേത് വരച്ച് ഈ പറഞ്ഞ പോലെ അലമാരിയിലോ മേശയിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത് പറയാൻ കാരണം, ശക്തി കുറഞ്ഞാൽ പിന്നെ അത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ വരച്ച യന്ത്രം കളയുമ്പോൾ അത് മറ്റാരും എടുക്കാത്ത രീതിയിൽ വേണം കളയുവാനായിട്ട്. ഈ പറഞ്ഞത് മറന്നു പോകരുത്. ഇത് എങ്ങനെ കളയണമെന്ന് ചോദിച്ചാൽ, പല കഷ്ണങ്ങളായി കീറിയ ശേഷം ആ പേപ്പർ കത്തിച്ചു കളയുക. അതോടുകൂടി നിങ്ങൾ ആ പേപ്പറിലേക്ക് ആവാഹിച്ച ആ ധനതടസ്സമാണെങ്കിലും ശത്രുദോഷമാണെങ്കിലും അതോടുകൂടി അത് കത്തിപ്പോകുന്നതാണ്. ഇനിയിപ്പോൾ ഈ യന്ത്രം വരച്ച ശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾ ആ മനസ്സിൽ വിചാരിച്ച നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടന്നു കിട്ടിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ യന്ത്രം കയ്യിൽ വെക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞതുപോലെ 3 മാസം വരെ നീട്ടിക്കൊണ്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഉടനെ തന്നെ ആ കടലാസ് കഷ്ണം പറഞ്ഞതുപോലെ കഷ്ണമായിട്ട് കീറിയ ശേഷം കത്തിച്ച് കളയാവുന്നതാണ്. പിന്നീട് എപ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും ആവശ്യം വരുന്നത് അപ്പോൾ പുതിയൊരു പേപ്പറിൽ ഈ പറഞ്ഞ രീതിയിൽ വരച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ യന്ത്രം വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതുമാണ്. വളരെയധികം അത്യുഗ്രമായിട്ടുള്ള ശക്തി ഇതിനുണ്ടെന്നും നിങ്ങൾക്കിത് കേട്ടപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.